ഈ വീഡിയോയിൽ മോക്ക് ടെസ്റ്റിന്റെ ഒരു സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ക്ലാസ്സിലുള്ളവർക്കും പുറത്തുനിന്നുള്ളവർക്കും ഒക്കെ അത് വേണമെങ്കിൽ നോക്കാം. അപ്പോഴത്തേക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് എങ്ങനെ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് റിലേറ്റഡ് ചെയ്ത് തന്നെയാണ് ഇട്ടേക്കുന്നത്. മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ക്വസ്റ്റ്യൻസ്, പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, കൺസെപ്റ്റ് ചെറിയ വേരിയേഷൻ ഒക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതേപോലെ തന്നെയാണ്. അപ്പം നമ്മൾ കാണാൻ പോണ ക്വസ്റ്റ്യൻസ് മെജോറിറ്റിയാണ്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടും 2024 ചോദിച്ച ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ 2003 ക്ലാസ്സിൽ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം 24 വരും, കാരണം ഇന്ന കാര്യങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊക്കെ ആയിരിക്കും വരാനുള്ളതെന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് കാര്യങ്ങൾ വന്നു. ഒരുപാടൊന്നും ഇല്ല, പക്ഷെ കാര്യങ്ങൾ വന്നു. അപ്പൊ ആ ലോജിക്കിൽ കുറച്ചും കൂടി ആ ഒരു എക്സ്പീരിയൻസ്, അതായത് കഴിഞ്ഞ കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ കൊല്ലത്തെ പേപ്പറുകളും കൂടി ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ഇനിയും അവർക്ക് ആഡ് ചെയ്യാലോ. ഇപ്പൊ ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ പുതിയതായിട്ട് വന്നാൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും, അതായത് ഇനി ആഡ് ചെയ്യാനുള്ള ടൈപ്പ്, അതായത് നിങ്ങൾ ഇനി പുതിയതായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാത്സ് ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് മോക്ക് ഇട്ടേക്കുന്നത്. അപ്പൊ മോക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടേക്കുന്നത്. അതായത് കാറ്റ് എക്സാമിന്റെ അതേ ലെവലിലുള്ള മോക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് വെച്ചിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എത്ര പേര് 100 പേര് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 തൊട്ട് 100 വരെയുള്ള റാങ്ക് ലിസ്റ്റ് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം അറ്റ്ലീസ്റ്റ് ഒരു 3 മോക്ക് ടെസ്റ്റ് അഷ്വേർഡ് ആയിട്ട്, ഫുൾ മോക്ക് ടെസ്റ്റ്, പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ് വേറെയും കിട്ടും. ഞാൻ പക്ഷേ ഒരു 5 to 6 മോക്ക് വയ്ക്കുന്നതിനെ പറ്റി അല്ല, കാരണം വെച്ചാൽ ഒരു മോക്ക് സെറ്റ് ചെയ്യുന്ന വെച്ചാൽ അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ക്വസ്റ്റ്യൻ എടുക്കും, മാത്സ് ഞാൻ തന്നെ സെലക്ട് ചെയ്ത്, എനിക്ക് എന്താ പറയണ്ടേ, അത്രയും ഒരു ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് സോർട്ട് ചെയ്ത് ഞാൻ ഇടുന്നതുകൊണ്ടാണ് ഇത്തിരി സമയം എടുക്കുന്നത്. പക്ഷെ എന്താണ്, ഒരു ക്വാളിറ്റി ഉള്ള ടെസ്റ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് മോക്ക് ടെസ്റ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ എന്തായാലും ഒരു മോക്ക് ടെസ്റ്റ് കാണിക്കും, ഇൻസ്ട്രക്ഷൻസ് കാണിക്കും. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്തു, നമ്മുടെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ ടൈമർ ഉണ്ട്, കണ്ടോ? നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യ, ഒരു മിനിറ്റ്. അതായത് ഇപ്പൊ ഞാൻ മിനിമൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം. ടെസ്റ്റിന്റെ വിൻഡോ നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്തിടാം. ഞാനിപ്പോ ഇത് മിനിമൈസ് ചെയ്തേക്കോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ നമ്മുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് നമ്മുടെ ടെസ്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ടോ അതേ ഓർഡർ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ഫിസിക്സിലോ കെമിസ്ട്രിയിലോട്ടോ, ഫിസിക്സിൽ നിന്ന് കെമിസ്ട്രിയിലോട്ടോ മാത്സിലോട്ടോ പോകാൻ പറ്റൂല. നിങ്ങളുടെ ക്യുസാറ്റ് എക്സാം എങ്ങനെയാണോ അതേപോലെ. ഇപ്പൊ ഇവിടെ 59 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ടൈമർ മോളിൽ കാണുന്നുണ്ടോ, അതുകൊണ്ട് ഇവിടെ ടൈമർ കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ഫിസിക്സിന്റെ 60 മിനിറ്റ് 75 ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തേക്കുന്ന പേപ്പർ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കി, നിങ്ങൾക്ക് ഇവിടുന്ന് നെക്സ്റ്റ്, ക്ലിയർ, പ്രീവിയസ് ഇയർ, സേവ് ആൻഡ് നെക്സ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, കൊടുക്കാം. നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓക്കെ അറ്റൻഡ് ചെയ്ത് ക്ലിയർ കൊടുക്കാം, പ്രീവിയസിൽ പോവാം, മാർക്ക് കൊടുക്കാം. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സെക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾ ഈ സെക്ഷൻ നോക്കി, ഇവിടെ താഴെ സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. നമുക്ക് ഇവിടെ എല്ലാം എഴുതി കാണിക്കും നിങ്ങൾ എത്ര എണ്ണം അറ്റൻഡ് ചെയ്ത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 75 നമ്മൾ ആൻസർ ചെയ്യാത്തത് എത്ര എണ്ണം ഉണ്ട്, നമ്മൾ ആൻസർ ചെയ്ത് എത്രയുണ്ട്, മാർക്ക് ഫോർ റിവ്യൂ എത്രയുണ്ട്, അതെല്ലാം കാണിക്കും. നമ്മൾ വിസിറ്റ് ചെയ്യാത്ത, നമ്മൾ കാണാത്ത ക്വസ്റ്റ്യൻസ്, അതായത് ഇവിടെ നമ്മളിപ്പോൾ 2 ക്വസ്റ്റ്യനിൽ എടുത്തത്, അപ്പം ഒരെണ്ണം ആൻസർ ചെയ്തു, ഒരെണ്ണം ആൻസർ ചെയ്യില്ല, നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് വിസിറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ എത്ര സമയം കൊണ്ട് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചു നോക്കുന്നു, നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ വായിക്കാതെ നിങ്ങൾക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലേ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്സ് സെക്ഷൻ കഴിഞ്ഞു കേട്ടോ, അതിന്റെ സമ്മറി എല്ലാം കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഫിസിക്സ് സെക്ഷന്റെ കാര്യം കഴിഞ്ഞിട്ട് നമ്മളിവിടെ സബ്മിറ്റ് കൊടുത്ത് എസ് അടിക്കുമ്പോൾ നോക്കി, ഇവിടെ താഴെ എസിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. നോക്കി, ഇവിടുത്തെ എസിന്റെ ഓപ്ഷൻ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇനി അടുത്ത സെക്ഷൻ നോക്കിയേ, നമ്മൾ ഇതിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയൽ എക്സാമിനെ പോലെ നമുക്ക് എന്താണ് തിരിച്ചു പോകാൻ പറ്റൂല. നമുക്ക് അടുത്ത നമ്മൾ റെസ്പോൺസ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ കെമിസ്ട്രി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കെമിസ്ട്രി സെക്ഷൻ ഞാനൊന്ന് മിനിമൈസ് ചെയ്യാൻ കണ്ടോ. കെമിസ്ട്രി സെക്ഷൻ ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ മിനിമൈസ് ചെയ്ത് മാക്സിമൈസ് ചെയ്യും. കെമിസ്ട്രിക്ക് എത്ര സമയം, 45 മിനിറ്റ് സമയം നമുക്കുള്ള അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ. നോക്കിയേ, മാർക്ക് പോലും +3 -1 കണ്ടോ, നെഗറ്റീവ് മാർക്കിംഗ് എല്ലാം ഇൻക്ലൂഡ് ഉണ്ട്. ഇവിടെ നമ്മൾ കെമിസ്ട്രിയുടെ ടെസ്റ്റ് നോക്കിയാൽ നമുക്കിവിടെ എന്തുകൊണ്ടും കൊടുക്കാം. ഞാനിവിടെ മാർക്ക് റിവ്യൂ ഒന്നും കൊടുക്കുന്നില്ല, സബ്മിറ്റ് കൊടുക്കും. അപ്പൊ നോക്കിയേ, മൊത്തം 59 ക്വസ്റ്റ്യൻ എന്താണ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ എന്താണ് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി അത് മാത്രമല്ല, നമ്മൾ ആൻസർ ചെയ്ത് എത്രയുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എസ് കൊടുത്തു. അപ്പൊ അത് നമുക്ക് എന്താണ് ഇനി അത് എടുക്കാൻ പറ്റില്ല. പിന്നെ മാത്സിന്റെ നോക്കിയാൽ മാത്സിന്റെ തുടങ്ങിയപ്പോഴും നമുക്കിവിടെ ഇൻഡിവിജ്വൽ ടൈം പറഞ്ഞു. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇത്ര നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു വിൻഡോയിൽ ടെസ്റ്റ് പരീക്ഷ ചെയ്യുന്നതെന്ന് കരുതാം. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാത്സിന്റെ ഏതാണ് ആൻസർ അത് റാൻഡം ആയിട്ട് ചെയ്യാം. നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ എന്തുകൊണ്ടും കൊടുക്കാം. ഇത് കഴിയുമ്പോഴത്തേക്ക് തീർന്നുകൊണ്ടാവും. റിയൽ എക്സാം നടക്കുന്ന പോലെ ഉണ്ട്. ഫിസിക്സ് 75 ക്വസ്റ്റ്യൻ നമ്മൾ എത്ര നമുക്ക് ആ ഒരു റിപ്പോർട്ട് പോലെ കിട്ടും. നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പരീക്ഷ കഴിയും.
ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ആളുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. ഇപ്പൊ കുറെ പേര് മാസമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി എന്താണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് എന്താണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെ പറയാനുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഇൻഡിവിജ്വൽ ടൈമറെ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷ ഇൻ കേസ് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആപ്പ് വഴി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സെക്ഷൻ വൈസ് ടൈമർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം സെക്ഷൻ വൈസ് ടൈമർ വെച്ച് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിന്റെ ലിങ്ക്, അതായത് കോഴ്സിന്റെ ലിങ്ക് ആപ്പിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ ലിങ്ക് എന്താണ് വലിയ പാടൊന്നുമില്ല. നിങ്ങൾ കോഴ്സിനകത്ത് ആപ്പിനകത്ത് നിങ്ങൾ നോക്കുന്നത് കോഴ്സ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, കോഴ്സ് ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അത് തന്നെയാണ് ലിങ്ക്. അപ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്കുള്ള ടൈം മാനേജ്മെന്റ് പരീക്ഷയുടെ അതേ സ്ട്രക്ചറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെക്ഷൻ വൈസ് കട്ട് ഓഫ് ഇൻഡിവിജ്വൽ ടൈമർ വെച്ചിട്ട് എത്ര എണ്ണം ഉണ്ട് അത് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് കമ്പയറബിൾ ആണ്. കാരണം ഫിസിക്സ് കെമിസ്ട്രി PVQ ബേസ്ഡ് ആണ്, PVQ തന്നെയാണ് ഇട്ടേക്കുന്നത്. പക്ഷെ മാത്സ് വരുമ്പോഴത്തേക്കും പുതിയതായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് PVQ ഇന്ന് റെഗുലർ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് അവിടുന്ന് എടുത്തതാണ്. അല്ലാതെ ഞാൻ ഇട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ക്വിസാറ്റിന് വരാത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്, യൂണിക് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷെ എന്താണ് നിങ്ങൾക്ക് അതൊക്കെ എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ ആ പാറ്റേൺ ഒക്കെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് PVQനെക്കാട്ടിലും ഉപരി നിങ്ങൾക്ക് ഒരു റിയൽ എക്സാം, അതായത് പുതിയ എക്സാം വരുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി നമ്മൾ ചെയ്തായിരിക്കും, പക്ഷെ മാത്സ് എന്താണ് എക്സാക്ട്ലി പുതിയൊരു സാധനം വരെയും കിട്ടും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ +3 -3 മാർക്കിംഗ് എല്ലാം സെയിം ആണ്. കുറെ പേര് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു ഫീച്ചർ എന്താണ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസത്തേക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടും. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അല്ലാതെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കോഴ്സിന്റെ കൂടെ തന്നെ കിട്ടുന്നതായിരിക്കും. എക്സ്ട്രാ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കുറേ കാര്യങ്ങൾ, അതായത് ടെസ്റ്റ് എന്താണ് വീക്കിലി ഓരോ ടെസ്റ്റ് പോലെയും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഞാൻ 3 ടെസ്റ്റ് ഞാൻ അഷ്യൂർ ചെയ്യുന്നു. പക്ഷെ ഞാൻ മാക്സിമം എനിക്ക് 5ഓ 6ഓ ഇടാൻ പറ്റും. ഞാൻ മാക്സിമം ഞാൻ അത് കൂടുതൽ ചെയ്യാം. അപ്പൊ മിനിമം ആയിട്ട് ഞാനൊരു അഷുറൻസ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ അല്ലാതെ നിങ്ങൾക്ക് പ്രാക്ടീസ് മോക്കും ഞാനിവിടെ വേറെ റെഡി ആക്കുന്നുണ്ട്. അപ്പൊ പ്രാക്ടീസ് മോക്ക് ഇപ്പൊ ഞാൻ ഓരോന്നോരോന്ന് ഇവിടെ ഇട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മാത്സ് 90 ക്വസ്റ്റിന്റെ മാത്രം പ്രാക്ടീസ്, കെമിസ്ട്രി. പക്ഷെ ഇതിന്റെ നോക്കുമ്പോൾ നിങ്ങൾ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി ഉത്തരം തെറ്റുത്തരം എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ഫിസിക്സിന്റെ കെമിസ്ട്രിനെ കറക്റ്റ് കിട്ടും, ഞാൻ അത് എൻട്രി ചെയ്താണ്. പക്ഷെ ഇവിടെ ബൈ ഡിഫോൾട്ട് ആയിട്ട് വന്നുകൊണ്ട് നിങ്ങൾ മാത്സിന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ +3 -1 ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്കോർ കിട്ടും. ഇവിടെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ഇതൊക്കെ അൺലിമിറ്റഡ് ആണ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇനി ആഡ് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാമിനോട് കൂടുതൽ എന്താണ് ആ എക്സാമിന്റെ ഫിയറും എക്സാമിന്റെ ആ ടെൻഷൻ മാനേജ് ചെയ്യുന്നതും ടൈം മാനേജ്മെന്റും ഒക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ കൂടി വരുന്നുണ്ടോ, അതായത് നിങ്ങൾ എത്ര പേരിൽ നിങ്ങളുടെ റാങ്കിങ് എത്രയാണ്. അത് മാത്രമല്ല എന്റെ സ്റ്റുഡൻസും ഇതേ മോക്ക് തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നത്, അവർക്കും ഇത് തന്നെ കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും വേറെ ആയിട്ടല്ല കൊടുക്കുന്നത്. അപ്പൊ അവർക്കും ഇത് തന്നെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം.